ഹായ് എവ്രി വൺ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1 എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ തേർഡ് പാർട്ട് ആയിട്ടുള്ള ഫോക്കൽ അസെപ്റ്റ്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഫോക്കൽ അസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ദ മെയിൻ പോയിന്റ്സ് അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് മെയിൻ പോയിന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് പ്രൊവൈഡിംഗ് ലേണിംഗ് എക്സ്പീരിയൻസ് to obtain knowledge, understanding skills, and awareness with desirable attitudinal change about man's relationship with its natural and man-made surrounding, which includes the relation of pollution, population, resources allocation, transportation technology, urban and rural planning to the total human environment. എന്താ പറയുന്നത്? എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്ട് മാത്രമല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫാക്ട്സ്. അത് ഫാക്ട് മാത്രമല്ല, അതെന്താണ്? ഒരു ലേണിംഗ് പ്രോസസ്സാണ്. നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട കുറച്ച് ലേണിംഗ് പ്രോസസ്സാണ്. അപ്പൊ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രകാരം നമുക്ക് ബിൽഡ് ചെയ്യേണ്ട ലേണിംഗ് പ്രോസസ്സ് എന്തൊക്കെയാണ്? ഒന്ന് നോളജ്, അല്ലെ? എന്താണ് എക്കോസിസ്റ്റം, അതിന്റെ പൊല്യൂഷൻ, അതിന്റെ റിസോഴ്സസ്, അങ്ങനെ നോളജ് എന്ത് ചെയ്യും നമുക്ക് കിട്ടും. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഹൗ സിസ്റ്റം വർക്ക്സ് കോസ് എഫക്ട്, എങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ എന്തൊക്കെ കിട്ടും നമുക്ക്? നോളജ് കിട്ടും. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതുപോലെ സ്കിൽസ്, എന്തൊക്കെ സ്കിൽസ് നമുക്ക് ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും അനാലിസിസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്ത് ചെയ്തും സ്കിൽസ് നമുക്ക് കിട്ടും. പിന്നെ അവയർനെസ് ആണ്, അല്ലെ? നമ്മളെ എത്രത്തോളം റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ കെയർ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ഫസ്റ്റ് നമ്മൾ എൻവയോൺമെന്റിൽ നമുക്ക് ബിൽഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇറ്റ് കണക്ട്സ് പീപ്പിൾ ടു ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്, അല്ലെ? ഈ എൻവയോൺമെന്റിൽ എന്തൊക്കെയുണ്ട്? നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മാൻ മെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് മാൻ മെയ്ഡിലാണെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ, അല്ലെ? പോപ്പുലേഷൻ, റിസോഴ്സ് ഓഫ് അലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി, അർബൻ ആൻഡ് റൂറൽ പ്ലാനിങ്, ഇതൊക്കെ എന്താണ്? മാൻ മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഫോക്കൽ അസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഫീച്ചേഴ്സ് ആണ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ നമുക്ക് എന്തൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്? എന്തൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടടാ? നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, സ്കില്ല്, അവയർനെസ്, അതുപോലെ തന്നെ മാൻമെയ്ഡും നാച്ചുറൽസും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ എൻവയോൺമെന്റിൽ അടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ് എന്താണ്? Environmental education must utilize diverse learning environments with due stress on practical activities and first-hand experience. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഒരു ക്ലാസ്സിൽ എടുക്കുമ്പോൾ അതിൽ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർമൽ ക്ലാസ് റൂമിൽ, അതുപോലെ ക്ലബ്സ് ഉണ്ടാക്കുക, വർക്ക്ഷോപ്സ് ഉണ്ടാക്കുക, അതുപോലെ ആക്ടിവിറ്റീസ് കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ക്ലാസ്സിൽ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ അട്രാക്റ്റീവ് ആക്കേണ്ടത്. ഇപ്പൊ ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോവുക, അതുപോലെ സ്കൂളിൽ ഗാർഡനിങ്, അതുപോലെ തന്നെ അങ്ങനത്തെ ബയോഡൈവേഴ്സിറ്റി വാക്ക്, ഓക്കെ, അങ്ങനത്തെ ബേർഡ് കൗൺസിൽ, ലോക്കൽ ട്രെയിൻ, റോൾ പ്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ എന്താ പറഞ്ഞ ഡൈവേഴ്സ് ലേണിംഗ്, ഒരു ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു ലേണിംഗ് മാത്രം ആക്കരുത്. അവർ പുറത്തു കൊണ്ടുപോയി അവരുടെ ഫീൽഡ് ട്രിപ്സും എൻവയോൺമെന്റ് എന്താണ് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെ എന്ത് ചെയ്യണം അവർക്ക് കൊടുക്കണം എന്നാ പറയുന്നത്. തേർഡ് പോയിന്റ് എന്താണ്? Environmental education too should help learners to discover the symptoms and real cause of environmental problems. Environmental education എന്താണ് ശരിക്കും പഠിക്കുന്നത്? ഡിസ്കവർ ദ സിംറ്റംസ്. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ്, എന്തൊക്കെ സിംറ്റംസ് ആണ് ഇവിടെ നടക്കുന്നത്? ഓക്കെ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇപ്പൊ നമ്മുടെ ഈ എന്താ വിള്ളൽ കാണുന്നത്, അത് എന്തുകൊണ്ടാണ്? അത് സിംറ്റം ആണ്, അല്ലെ? സോയിൽ ഇറോഷൻ കാണുന്ന സിംറ്റം ആണ് എന്ത് ചെയ്യുന്നത്? മണ്ണിൽ നിന്ന് വിള്ളൽ. അപ്പൊ അതുപോലെ സിംറ്റംസ് നമുക്ക് മനസ്സിലാവണം. അതുപോലെ തന്നെ അത് എന്തുകൊണ്ടാണ് റിയൽ കോസ് ഓഫ് എൻവയോൺമെന്റ് പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെവലപ്സ്, മോഡിഫൈ ആൻഡ് ഇംപ്രൂവ്സ് അപ്പോൺ എക്സിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് വർക്ക്സ് എഫക്റ്റീവ് ഡൊമൈൻ ഷേപ്സ്. അതൊരിക്കലും നോട്ട് ജസ്റ്റ് ഇന്റലക്ട്. അതെന്താണ്? നമ്മൾ നേച്ചറും നമ്മളെ റെസ്പോൺസിബിളും നമ്മൾ ഡെവലപ്പ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്? എൻവയോൺമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എൻവയോൺമെന്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ലൈഫ് ഫ്രോം. അതൊരിക്കലും ഒരു ക്ലാസ്സിൽ ഒതുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് വരെയുള്ള ഒരു പ്രോസസ് അല്ല എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്ലസ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമ്മൾ ഉടനീളം പഠിക്കേണ്ട ഒരു സാധനമാണ്. എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ആൻ ഇന്റർഡിസിപ്ലിൻ ഡിസിപ്ലിൻ ആണ്, അല്ലെ? അതൊരു ഡിസിപ്ലിൻ ആയിരിക്കുള്ള കാര്യങ്ങളായിരിക്കും. മനസ്സിലായോ? കോഴ്സ് കട്ടിങ്, ഇറ്റ് ഓൾസോ ഫ്രം സയൻസ്, ജോഗ്രഫി, സോഷ്യൽ സ്റ്റഡീസ്, നമ്മൾ പല കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? എൻവയോൺമെന്റ് സ്റ്റഡീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. മനസ്സിലായോ? ഫോക്കൽ അസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് എഡ്യൂക്കേഷന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് നോളജ് ഉണ്ടാക്കാം, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ്. പിന്നെന്താണ്? എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞത്? അത് ഇൻഡിസിപ്ലിനറി ഡിസിപ്ലിൻ ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യണം, മോഡിഫൈ ചെയ്യാനുമാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത എന്താടാ? ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു. ഫസ്റ്റ് വന്ന് എന്താണ്? അവയർനെസ് ഓഫ് എൻവയോൺമെന്റ്.
നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഷുഡൻ ബിക്കം അവെയർ ഓഫ് ദ എൻവയോൺമെന്റ് അറൌണ്ട്. അവർ ചുറ്റുവട്ടത്തുള്ള എൻവയോൺമെന്റിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. അവർ ജസ്റ്റ് നോട്ടീസ്. അവരൊരിക്കലും അവർ പ്ലാസ്റ്റിക് കിടക്കുമ്പോൾ അത് നോട്ടീസ് ചെയ്ത് തിരിച്ചു വരല്ല വേണ്ട. അവർ ഇമോഷണലി അതെടുത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ടു ഡെവലപ്പ് ആൻ അവയർനെസ് ഓഫ് എൻവയോൺമെന്റ് സെൻസിറ്റിവിറ്റി ദ ടോട്ടൽ എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് പ്രോബ്ലംസ്. അത് നമുക്ക് എങ്ങനെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് എന്തൊക്കെയാണ് വരുന്നത്, അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ ആ സ്റ്റുഡൻസിന്റെ ഉള്ളിൽ അവരെ ചുറ്റുവട്ടത്തുള്ള എൻവയോൺമെന്റിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക. അതാണ് എന്ത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്, ടു അക്വയർ നോളജ് ആൻഡ് വെറൈറ്റീസ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് അസോസിയേറ്റഡ് പ്രോബ്ലംസ്. നമ്മൾ നോളജ് അക്വയർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് നോളജ് കിട്ടേണ്ടത് എങ്ങനെയാണ്, വെറൈറ്റീസ് ഓഫ് എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്, നോളജ് അക്വയർ ചെയ്യേണ്ടത്. ഇപ്പൊ എന്ത് പറയാൻ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ സൈക്കിൾ അല്ലെ, ഡിഫോറസ്റ്റേഷൻ ഇമ്പാക്ട്സ്, ഇതൊക്കെ എന്താണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക, പ്ലാന്റിങ് ട്രീസ്, ടെസ്റ്റിംഗ് വാട്ടർ ക്വാളിറ്റീസ് അല്ലെ. നമ്മളൊരു ട്രീ പ്ലാന്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അത് ചെടി വളർന്നു വരുന്ന അതിന് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നോ അതെന്താണ് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അപ്പൊ എന്താ പറഞ്ഞ, നമുക്ക് നോളജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിമെന്റ് വെറൈറ്റീസ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് വേണം എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്താണ്, ടു ഡെവലപ്പ് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സ്ട്രക്ചർ പ്രോസസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് എൻവയോൺമെന്റ് കമ്പോണൻസ്. നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡ് വേണം നമ്മുടെ എൻവയോൺമെന്റിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിന്റെ പ്രോസസ്സിനെ കുറിച്ചും അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ചും എന്ത് വേണം, നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡ് വരും. ഇതാണ് എന്ത് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണെന്ന് മനസ്സിലായി. എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ വെച്ച് നമുക്ക് കൊടുക്കാൻ അവയർനെസ് കൊടുക്കണം. പിന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവര് പ്രോബ്ലംസ് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതാക്കണം. പിന്നെ മൂന്നാമത്തെ എന്താ പറഞ്ഞത്, അവരൊരു ബേസിക് സ്ട്രക്ചർ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ടു ഹെൽപ്പ് ഇൻ അക്വയറിംഗ് സ്കിൽസ് ഫോർ ഐഡന്റിഫൈങ് സോൾവിങ് എൻവയോൺമെന്റ് പ്രോബ്ലംസ്. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അത് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അടുത്ത പോയിന്റ് എന്താ, ടു ഡെവലപ്പ് ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് ആൻഡ് കൺസേൺസ് ഓഫ് ഫോർ ദ എൻവയോൺമെന്റ് ആൻഡ് എൻകറേജ് ഫോർ മോട്ടിവേഷൻ ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ സ്റ്റുഡൻസിന് ഒരു എൻവയോൺമെന്റുമായിട്ട് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന, മനസ്സിലായോ, എത്രത്തോളം നമുക്ക് അവരെ ഇതാക്കാൻ പറ്റും. മേക്ക് സ്റ്റുഡൻസ് വാണ്ട് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ് നോട്ട് ബിക്കോസ് ദേ ആർ ടോൾഡ് ടു ബട്ട് ബിക്കോസ് ദേ ആർ വാല്യൂഡ്. അവർക്ക് വേണ്ടി, ഒരിക്കലും പുറമുള്ള ആൾക്കാർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു തോട്ട് എന്ത് ചെയ്യണം, കുട്ടികൾക്കിടയിൽ നമ്മൾ വളർത്തി വരണം. ഓക്കെ, ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓർ പ്രാക്ടീസ് അറ്റ് ഓൾ ലെവൽസ് ഓൺ വർക്ക് ടു ഗെറ്റ് പ്രോപ്പർ സൊല്യൂഷൻ ഓഫ് ഫോർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റുഡൻസ് ഷുഡ് ഗെറ്റ് റിയൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ സ്കൂൾ, കമ്മ്യൂണിറ്റി ആൻഡ് ഹയർ ലെവൽസ് ടു ഡു സംതിങ് ഫോർ ദ എൻവയോൺമെന്റ്. അവർ സ്കൂളിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലോ എവിടെയാണെങ്കിലും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം. എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ പഠിക്കാനും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നാ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്ലീനിങ് കൊടുക്കുക, ഓക്കെ, നമ്മളെ ചുറ്റുവട്ടം അവർ ക്ലീൻ ചെയ്യാൻ കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്, ടു ഡെവലപ്പ് ആൻ എബിലിറ്റി ഫോർ ഇവാലുവേറ്റിംഗ് എൻവയോൺമെന്റൽ കോമ്പണൻസ് ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇൻ ടേംസ് ഓഫ് എക്കോളജിക്കൽ, എക്കണോമിക്, സോഷ്യൽ, കൾച്ചർ, എസ്തെറ്റിക് ആൻഡ് എഡ്യൂക്കേഷൻ. സ്റ്റുഡൻറ് ഷുഡ് ലേൺ ആസസ് എൻവയോൺമെന്റ് പ്രോജക്ട്സ്. നമ്മുടെ എൻവയോൺമെന്റിൽ എന്തൊക്കെ പ്രോജക്ട്സ് ഉണ്ട് എന്ന് അവർ അറിയാം. ഇറ്റ് ഇസ് ഗുഡ് ടു നേച്ചർ. പിന്നെന്താ, പ്രാക്ടിക്കൽ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അടുത്തെന്താടാ, ഗോൾസ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാണ് പരിസ്ഥിതിയെ കുറിച്ചുള്ള ബോധവൽക്കരണം നടക്കുക. നമ്മൾ പറയുന്ന ഇത്രയും പോയിന്റ്സ് പറഞ്ഞ പോലെ തന്നെ അവയർനെസ് ഓഫ് എൻവയോൺമെന്റിനെ കുറിച്ച് എന്ത് ചെയ്യുക, അവയർനെസ്. പിന്നെന്താ പറഞ്ഞ, പരിസ്ഥിതിയെ കുറിച്ച് അറിവും അനുഭവങ്ങളും നേടുക. പ്രകൃതിയുടെ മലിനീകരണം, എന്നിവയുള്ള ശാസ്ത്രീയ അറിവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച്. ടു പ്രൊവൈഡ് എവറി പേഴ്സൺ വിത്ത് ഓപ്പർച്യൂണിറ്റി ടു അക്വയർ നോളജ്, വാല്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോളജ് ഉണ്ടാക്കുക, വാല്യൂസ് ഉണ്ടാക്കുക, ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാക്കുക. ഓക്കെ, പിന്നെന്താ, ടു ക്രിയേറ്റ് എ ന്യൂ പാറ്റേൺ ഓഫ് ബിഹേവിയർ അല്ലെ. പരിസ്ഥിതി ഘടന, പ്രവർത്തന ഘടനകൾ, ജീവജാലങ്ങൾ, മണ്ണ്, ജലം, വായു, സസ്യങ്ങൾ, ഇവയെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഒരു പുതിയ പാറ്റേൺ അല്ലെ, പുതിയ കാര്യങ്ങളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ്, പരിസ്ഥിതി സംരക്ഷണ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഇത് സംരക്ഷിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്,